വേണ്ടാത്ത ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തേക്കാം. എന്തുകൊണ്ടാണെന്നോ, നമ്മുടെ KSEBക്ക് ചെലവ് കൂടുന്തോറും അതിൻ്റെ ഭാരം വഹിക്കേണ്ടി വരുന്ന ആരാണ്? നമ്മൾ സാധാരണക്കാരാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ആ മണിയാർ പദ്ധതി സർക്കാർ അങ്ങ് KSEBക്ക് കൊടുത്തിരുന്നെങ്കിൽ വർഷം 10-13 കോടി രൂപ വരുമാനം ഉണ്ടാക്കാമായിരുന്നല്ലോ. ശരിയാണ്, 25 വർഷം കൊണ്ട് 250 കോടി രൂപ ബോർഡിന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണത്. 30 വർഷമായി മണിയാർ വൈദ്യുതി പദ്ധതി നടപ്പാക്കുന്ന കാർബോറണ്ടം യൂണിവേഴ്സൽ എന്ന കമ്പനി തന്നെ തുടർന്നും ആ പദ്ധതി നടപ്പാക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. അതായത് മണിയാർ പദ്ധതിയിലെ അധിക വരുമാനവും പ്രതീക്ഷിച്ച് KSEB കാത്തിരിക്കേണ്ടെന്ന് ചുരുക്കം. ഇനി നമ്മൾ വൈദ്യുതി ലാഭിച്ചാൽ നമ്മൾ സാധാരണക്കാരുടെ പോക്കറ്റ് കാലിയാകില്ല. ഇതൊക്കെ കണ്ടാലെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് മനംമാറ്റം ഉണ്ടാകുമോ എന്തോ? ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. കാരണം മണിയാർ പദ്ധതിയുടെ കാര്യത്തിൽ CPM ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ മണിയാർ പദ്ധതിയെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ അല്ലാതെയുമല്ല നാട്ടുകാരെ പറഞ്ഞു പഠിപ്പിക്കാൻ പാർട്ടിക്കാർക്കുള്ള വിശദീകരണം CPM തയ്യാറാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്യാപ്സ്യൂൾ. ചുരുക്കി പറയാം, മണിയാറിലെ കറണ്ട് ഉപയോഗിച്ച് 30 വർഷമായി വ്യവസായ വികസനം നടത്തിയ കാർബോറണ്ടം കമ്പനിയുടെ നിക്ഷേപം 360 കോടി രൂപയിൽ നിന്ന് 700 കോടി രൂപയായെന്ന്. മണിയാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കാർബോറണ്ടം കമ്പനിക്ക് അവർക്ക് ആവശ്യമുള്ളതിൻ്റെ 35%. ഇതിപ്പോൾ 18% കുറഞ്ഞുവെന്നാണ് ഒരു വാദം. പദ്ധതി KSEBക്ക് കൈമാറാതിരിക്കാൻ ഇനി പറയുന്ന വാദമാണ് ഏറ്റവും പ്രധാനം. 3 നിക്ഷേപ പദ്ധതികളുള്ള കാർബോറണ്ടം യൂണിവേഴ്സൽ 7 എണ്ണം കൂടി കേരളത്തിൽ തുടങ്ങാൻ പോവുകയാണെന്ന്. അതിൽ ഗ്രാഫീനും ഉണ്ടെന്നാണ് പറയുന്നത്. മണിയാറിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് ചെലവ് കുറവാണെന്ന KSEBയുടെ വാദം നേരിടാൻ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് പാർട്ടിക്കാരുടെ വക. വെറും 50 പൈസ മാത്രമാണ് ഒരു യൂണിറ്റിന്റെ ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത് നുണയാണ്. 3 രൂപയിൽ കൂടുതലാകുമെന്നാണ് ഒരു ക്ലാസ്. നമ്മുടെ വൈദ്യുതി മന്ത്രിയുടെ എതിർപ്പ് അവഗണിച്ചാണ് കേട്ടോ മണിയാർ പദ്ധതി കാർബോറണ്ടം കമ്പനിക്ക് കൈമാറാൻ പോകുന്നത്. വൈദ്യുതി മന്ത്രിക്ക് എന്തിനാണ് എതിർപ്പെന്ന് തോന്നാം? കാർബോറണ്ടം കമ്പനിയിൽ നിന്ന് മണിയാർ പദ്ധതി KSEB ഏറ്റെടുത്താൽ പിന്നീട് കമ്പനി KSEBയിൽ നിന്ന് വ്യവസായ നിരക്ക് കൊടുത്ത് വേണം വൈദ്യുതി വാങ്ങേണ്ടത്. അപ്പോൾ ലാഭം വരേണ്ടത് ആർക്കാണ്? KSEBക്ക്. നഷ്ടമുണ്ടാകുന്ന ആർക്കാണ്? കാർബോറണ്ടം കമ്പനിക്ക്. വ്യവസായ വികസന നയമാക്കി മുഖ്യമന്ത്രി തീരുമാനിച്ചതിനാൽ വൈദ്യുതി വകുപ്പ് പ്രതീക്ഷയൊക്കെ കൈവിട്ട് കഴിഞ്ഞു. തീരുമാനമെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് മുഖ്യമന്ത്രി അംഗീകരിച്ച വൈദ്യുതി വകുപ്പിലേക്ക് എത്തേണ്ട താമസമേ ഇനിയുള്ളൂ. ഡിസംബർ 26 മന്ത്രിസഭാ യോഗം, അതുമല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭാ യോഗം. അന്ന് കാർബോറണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് 25 വർഷത്തേക്ക് കൂടി മണിയാർ ജലവൈദ്യുതി പദ്ധതി തീരെഴുതുന്ന തീരുമാനം സർക്കാർ കൈക്കൊള്ളും. വ്യവസായ വികസനം എന്ന ഒറ്റ അജണ്ടയിൽ പിടിച്ചാണ് മുഖ്യമന്ത്രിയുടെ വാശി. വൈദ്യുതി വകുപ്പിനാകട്ടെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അവസരം നഷ്ടമാകുന്നു എന്ന പ്രശ്നം. എന്തായാലും സ്വകാര്യ കമ്പനിക്ക് ഇവിടെ സൗജന്യവും ഇളവുമാണ്. അതുകൊണ്ട് തന്നെ അഴിമതി ആരോപിക്കുന്നവർ പറയുന്നതിലും കഴമ്പുണ്ട്. ക്യാമറ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.